അവന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കണം, എങ്ങനെ നമ്മൾ കർത്താവിനെ സേവിക്കണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മെമ്പറിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പം ഡൽഹിയിൽ ഇങ്ങനെ കല്യാണങ്ങളും എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം രാത്രിയിലാണ് കൂടുതലും, താമസിച്ചാണ് വരിക. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും കർത്താവ് എനിക്ക് വ്യത്യസ്തമായിട്ടൊന്നും തന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് എന്ത് എന്റെ കർത്താവ് എന്റെ വായിൽ തരുന്നു അത് ഞാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിനെ എவ்விதം സേവിക്കണം എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ എനിക്ക് പ്രേരണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം എടുത്തത്. വാക്യം ഇപ്രകാരമാണ്: സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. നമ്മുടെ ഹൃദയം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വരുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ വരണം. കാരണം എന്നാന്നറിയാമോ? നമുക്ക് ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയ വലിയ നന്മകളെ നമ്മുടെ കണ്ണ് തുറന്നത് നോക്കണം. പുറകിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒത്തിരി നന്മകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആർക്കും, എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്, എനിക്ക് പറയാൻ കഴിയാത്ത വിധം ഒത്തിരി മിറക്കിൾസ് എന്റെ ലൈഫിലുണ്ട്. അതുപോലെ നിങ്ങൾക്കും കാണും പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല. കാരണം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് തന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് കഷ്ടതകൾ ഉണ്ടായിരിക്കും, പക്ഷെ എന്തുണ്ടായിരിക്കും അതിലൂടെ ഒരു, ഇപ്പോൾ പാസ്റ്റങ്ങൾ പറഞ്ഞ പോലെ ടെസ്റ്റ് ഉണ്ടോ, ടെസ്റ്റ് മണി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം, എങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? എന്റെ സമാധാനത്തെ തന്നേച്ചു പോകുന്നു എന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെ ഓർക്കണം, കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെ നമ്മൾ ഓർക്കണം. ഓർത്തിട്ട് അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് തക്ക മഹത്വം, തക്ക മഹത്വം അവന്റെ സന്നിധിയിൽ വരുമ്പോൾ സന്തോഷത്തോടെ വരണം. എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ വരേണ്ടത്? അവൻ അത്രമാത്രം ഉപകാരം ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കണം കേട്ടോ. നമുക്ക് കർത്താവിന് ദൈവം തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും പകരമായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്തോത്രയാഗം, അധരഫലം എന്ന സ്തോത്രയാഗം നമ്മൾക്ക് അർപ്പിക്കാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കാൻ കഴിയും. അങ്ങനെ പലവിധമായ യാഗങ്ങൾ നമ്മൾക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കർത്താവിന് തിരികെ കൊടുക്കാൻ കഴിയും. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും ജാതികൾ ചെയ്യുന്നത് പോലെ ഒരു എന്താ പറയുന്നത്, മെഴുകുതിരി കത്തിച്ചോ വെടിക്കെട്ട് നടത്തിയോ, ഇതൊന്നും നമ്മൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അറിവില്ലാത്തവർ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കും, നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക എന്നുള്ളത്. എന്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നിയ പല നിമിഷങ്ങളുണ്ട്. ഞാൻ ഈ പാസനേജിൽ തന്നെ ആയിരുന്നു, അങ്ങനെ ജീവിച്ചത് കൊണ്ട് പല കാര്യങ്ങളും എന്റെ അപ്പനും അമ്മയും പല കാര്യങ്ങളും ഡീല് ചെയ്യുന്നത് കേൾക്കാനും കാണാനും ഇട വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ തലയിൽ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. എന്തുകൊണ്ടാ അവരിങ്ങനെ ചെയ്യുന്നേ? ഞായറാഴ്ച വന്നിട്ട് പ്രബോധിപ്പിക്കുന്ന അതേ അച്ചായനെ കുറിച്ച് അവരുടെ ഭാര്യ ഭയങ്കര ഹൃദയഭാരത്തോടെ വിഷമം പറയും. സ്വന്തം പാസ്റ്ററിന്റെ ഭാര്യയോട് സങ്കടം പറയുന്ന. പക്ഷെ ഞാൻ കേട്ടിട്ട് മമ്മി പറയും, മോനെ നീ പോയാ, നിനക്കിത് കേൾക്കേണ്ട കാര്യമില്ല, നീ കേൾക്കണ്ട, നീ പോയി ഇവിടുന്ന്. പക്ഷെ അതൊക്കെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിട്ട് ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ ശക്തിയോടെ എണ്ണീറ്റ് നിന്ന് പ്രബോധിപ്പിക്കുന്ന ദൈവദാസന്റെ ഭാര്യ പോലും ഭയങ്കര ദുഃഖം അനുഭവിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ കർത്താവേ, ഈ ശുശ്രൂഷയൊക്കെ സത്യമാണോ? ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഇതെന്തുവാ? എനിക്ക് ഒത്തിരി ഡൗട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആത്മാവിന്റെ വരങ്ങൾ കർത്താവിനോട് ബന്ധമില്ലാതെയും ആത്മാവിന്റെ വരങ്ങൾ ലഭിക്കാം. പക്ഷേ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ, നിങ്ങൾ എന്റെ നാമത്തിൽ പ്രവചിച്ചു, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഇവര് ശടിക്കുമ്പോൾ, ഇവരിങ്ങനെ പറയുകയാണ്, ഞാൻ നിന്റെ നാമത്തിൽ ഇങ്ങനെ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, അത് ചെയ്തു, ഇത് ചെയ്തൊക്കെ പറയുമ്പോ കർത്താവ് പറയേ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വളരെ നമ്മൾ ഭയക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിന്റെ വചനം ഇന്നത്തെ കാലത്ത് പല ദുരുപദേശങ്ങളുടെ ഒരു പെരുമഴ നടക്കുന്ന സമയം, വചനത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയം. ഏത് വചനം കേട്ടാലും അതിനൊന്നും കൂടെ വായിക്കണം. ഇത് കർത്താവിന്റെ വചനപ്രകാരം ഉള്ളതാണോ എന്നൊന്നും കൂടെ അതിനെ പഠിച്ച്, കർത്താവെ ഇത് എനിക്ക് യോഗ്യമാണോ, ഇത് എന്റെ വചനപ്രകാരം ഇത് സത്യമാണോ, നമ്മൾ ബുദ്ധിയോടെ ചിന്തിക്കണം കേട്ടോ. കാരണം
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളതാ. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറയുമ്പം അകത്ത മനുഷ്യൻ എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. ആത്മാവ് എന്നുള്ള നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്കറിയാം, നമുക്കൊരു ഇന്നർ ബീയിങ് ഉണ്ട്. നമ്മുടെ അകത്തൊരു ആത്മാവുണ്ട്. അകത്ത ആത്മാവ് ബലപ്പെട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കർത്താവിനെ അധികമായി ആഴത്തിൽ സ്നേഹിക്കുവാനും ആഴത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും ആ സത്യത്തിൽ ജീവിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതിനൊക്കെ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അതിനോടൊപ്പം ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 22-ാം വാക്യം. അതിൽ ഇപ്രകാരമാ പറയുന്നത്: നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായ മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്: നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ? ഞാൻ ഇങ്ങനെ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, നമ്മളിങ്ങനെ ആരാധനയ്ക്ക് ഞങ്ങളുടെ എല്ലായിടത്തും കാണും. എന്റെ പപ്പ ഇരുന്ന എല്ലാ സഭകളിലും ഇത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാ. അതുകൊണ്ട് ഞാൻ പറയാ, നമ്മുടെ ചർച്ചില് തറയിലാ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് താഴെ എന്ത് വെക്കും? നമ്മൾ ബൈബിൾ വെക്കും. ബൈബിൾ നമ്മൾ എണ്ണീറ്റിരുന്ന് ആരാധിക്കുമ്പോ എന്ത് ചെയ്യും? ആ ബൈബിൾ അവിടെ തറയിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്കൂടെ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി വേറൊരു ആന്റിയോ അങ്കിളോ ആരെങ്കിലും നടന്നു പോയെന്നിരിക്കട്ടെ, അതിനാൽ ചിലപ്പോ ചവിട്ടിയെന്നിരിക്കാം. ദൈവവചനത്തിന് ദൈവത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾക്ക് ആ വചനത്തെ, ആ ബൈബിളിനെ നിങ്ങൾക്ക് അല്പം നിങ്ങളുടെ അടുത്തോട് മാറ്റി വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, കുഞ്ഞു കുട്ടികൾ അത് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ആരായിക്കോട്ടെ, അവർ വിചാരിക്കുന്ന, അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ പുസ്തകങ്ങളെ എത്ര മനോഹരമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതിനൊരു ബഹുമാനം കൊടുക്കത്തില്ലേ? ദൈവസന്നിധിക്ക് അവർക്കൊരു പ്രാധാന്യമില്ലേ? അവർ നിലത്തത് ഇടത്തില്ല. അവർ എത്രമാത്രം ഭക്തിയോടെയാ ദൈവവചനത്തെ സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? അത് ഭൗതികപരമായി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ആത്മീയപരമായിട്ടാ, നമുക്ക് ആത്മാവിലാ. നമ്മൾ ആ വചനത്തെ കേൾക്കുന്നവർ മാത്രമാകാതെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നവരും കൂടി ആയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാ. നമ്മൾ വചനം കേട്ട് തഴമ്പിച്ചു പോയി. നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ ആഴങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇത് കേൾക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതോ നമ്മൾ ചെയ്യുവാൻ വില കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അത് അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ ലഭിക്കുന്നതെന്ന് അറിയാമോ? അത് പറയുന്നത് എന്നാന്നറിയാമോ? കൊലോസ്യർ ലേഖനത്തിന്റെ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരാ പറയുന്നേ: അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് ഈ കർത്താവായി ക്രിസ്തുവിനെ സേവിപ്പി. ഹല്ലേലൂയ. നമുക്ക് എന്ത് ലഭിക്കും? അവകാശം. എന്താ അവകാശം? നമ്മളുടെ സ്വർഗരാജ്യം എന്ന അവകാശം, നിത്യത എന്ന അവകാശം. നമുക്ക് ഈ ഭൂമിയിൽ കൊണ്ട് നമ്മുടെ ജീവിതം തീർന്നു പോയാലും മുന്നേ ഉള്ള നമ്മുടെ മുമ്പിലോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താ? എന്താ നമ്മൾക്ക് ലഭിക്കുന്നത്? കർത്താവിലുള്ള നിത്യത, നിത്യമായ കർത്താവിനെ സേവിക്കുവാൻ, നിത്യമായ കർത്താവിനെ ആരാധിക്കുവാനുള്ള അവന്റെ സന്നിധിയിൽ കാത്തിരുന്ന് നമ്മൾ ഈ ഭൂമിയിൽ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഒരു നിത്യരാജ്യത്തിന് വേണ്ടി കാംക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? കർത്താവേ, നിന്റെ രാജ്യം വരും, അത് മഹത്വമായിരിക്കും, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കും, ദൂതന്മാരോടൊപ്പം ആരാധിക്കും. ഈ ദൂതന്മാര് എന്താ ചെയ്യുന്നേ? രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും എന്താ പറയുന്നേ? ഓ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുമ്പം നമ്മളും എന്ത് ചെയ്യും? എല്ലാ 24 മൂപ്പന്മാരും ആ സിംഹാസനങ്ങളെ താഴെയിട്ട് കർത്താവിനെ ആരാധിക്കുന്നു. ഒപ്പം ഞാനും ആരാധിക്കും. ഞാനും കണ്ണിന് എനിക്ക് കാണാൻ പറ്റാത്ത എന്റെ യേശുപ്പച്ചനെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണും. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രത്യാശ? ഇതല്ലേ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ വാഞ്ച? അല്ലാതെ ഈ ലോകത്തിലെ എന്തെങ്കിലും ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവിനെ സേവിക്കുന്നതെങ്കിൽ ഇത് ഇപ്പോഴത്തെ പഠിപ്പീര. ഞാൻ പറയട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്തെങ്കിലും എന്താ പറയുന്നേ, എനിക്ക് വീട് കിട്ടും കാറ് കിട്ടും എന്നൊന്നും വിചാരിച്ചല്ല. അവരൊക്കെ ഇറങ്ങി തിരിച്ചത് നിത്യത ഓർത്താ. അവർ നിത്യതയ്ക്കുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി ക്ലാസ് എടുക്കുമായിരുന്നു. നിത്യതയെ കുറിച്ച്, കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ച്, വിശുദ്ധിയും വേർപാടിനെ കുറിച്ചൊക്കെ ആയിരുന്നു പണ്ടത്തെ പ്രസംഗം. ഇപ്പോൾ എന്താ നടക്കുന്നത്? നിങ്ങൾ നിങ്ങൾ പല കാര്യങ്ങൾ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം പറയണം: പരിശുദ്ധാത്മാവേ, എനിക്ക് എന്ത് നല്ലത്, ഏത് നല്ലത് തന്നെ അറിയിപ്പിച്ചു തരണമേ. എനിക്ക് ഈ നല്ലത് മാത്രം ഏറ്റെടുക്കാനുള്ള എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ. വചനം ചുമ്മാ വായിക്കാനുള്ളതല്ല. ഇതേതെങ്കിലും ഈ ഹിസ്റ്ററി പഠിക്കുന്നവന് ഹിസ്റ്ററി ആണെങ്കിൽ, പക്ഷെ വചനം
നമ്മുടെ വചനത്തിൽ എല്ലാം ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എന്ത് കാര്യങ്ങളെ പറ്റി പഠിക്കാൻ എടുത്താലും ബൈബിളിനകത്ത് എല്ലാം ഉണ്ട്. പഠിക്കുന്നവന് ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പുസ്തകമാണെങ്കിൽ ധ്യാനിക്കുന്നത്, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ജീവന്റെ അപ്പമാണ് കേട്ടോ. അകത്ത മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിന്, അകത്ത മനുഷ്യൻ വലുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് വളർന്നു വരേണ്ടതിന് വേണ്ടിയിട്ടുള്ള സകല എല്ലാ ഫുഡും ഇതിനകത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? നമ്മൾ ഇതിനെ ധ്യാനിക്കണം. ഒരു വാക്യം എടുത്തിട്ട്, അപ്പാ നീ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഹൃദ്യമായി നീ ഒന്ന് ഇടപെടണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു വാക്യം കൊണ്ട് ഇരുന്നുണ്ടല്ലോ, അപ്പൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ഇരിക്കണം. ദൈവസന്നിധി കാത്തിരിക്കുന്നവനെ ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഞാൻ എന്റെ അനുഭവം കൂടെ പറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു നേഴ്സായിരുന്നു എന്ന്. ഞാന് എന്താ പറയാ, 2013 ഞാൻ ഇവിടേക്ക് വരുന്നത്. 2012 ഞാൻ ഡൽഹിയിലേക്ക് വരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ഡൽഹിയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എന്റെ വീടിന് മുകളിൽ കുറെ ശൂന്യമായ സ്ഥലങ്ങളുണ്ട്, ഇച്ചിരി പൊക്കത്തില. അപ്പൊ എനിക്ക് ഈ വചനത്തെ ഉണ്ടല്ലോ, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ പ്രാർത്ഥിപ്പാൻ തലിയെ മലയിൽ കയറിപ്പോയി. യേശുവിനെ പറ്റി ഒരു വാക്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, കർത്താവെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവിടെ കുറച്ചല്പ നേരം. അപ്പൊ മമ്മി പറയും, മോനെ, അവിടൊക്കെ വല്ല പാമ്പൊക്കെ കാണും, നീ ഇങ്ങ് ഇറങ്ങിപ്പോരാ, അവിടെ നിക്കല്ലേ, ഇങ്ങ് വാ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താ, എനിക്ക് എന്നെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന, കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ, എന്നെ ഒന്നും തൊടത്തില്ല. യേശുവെ, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഡൽഹി പോകുക, എന്റെ ഒപ്പം നീ ഇല്ലെങ്കിൽ എനിക്ക് ഡൽഹിയിൽ ജോലിയും കിട്ടല്ലേ, എന്നെ ഇവിടെ നിർത്തുകയും ചെയ്യരുത്. കർത്താവ്, നീ എന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഈ വന്ന സമയത്തൊക്കെ ഭയങ്കര കഷ്ടതയെ കൂടെ ഞാൻ പോയി. വളരെ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കഷ്ടതയെ കൂടെ പോയെങ്കിലും കർത്താവിന്റെ മഹത്വം അവസാനങ്ങളിൽ ഞാൻ തിരിച്ചറിയായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴികളിലും കർത്താവിന്റെ ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മാറാം. അല്ലെ, ഞാൻ പലതവണ വിചാരിച്ചു, ഞാൻ എന്റെ ഗംഗാറാം ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ റിസൈൻ ചെയ്യാം, ഞാൻ ഇവിടെ ഇരുന്ന് ഇട്ടിട്ട് പോവാ, ഇങ്ങനൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ വളരണം, എങ്ങനെ ഫ്ലറിഷ് ചെയ്യണം എന്നൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പ്രതികൂലമാണെങ്കിലും നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യും? കർത്താവ് വളർത്തും. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ എന്നോട്, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, 8ഉം 10ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങള്. എന്റെ ഹസ്ബൻഡ് ഒരു IT മാനേജർ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ മറന്നുപോയി. എന്റെ ഹസ്ബൻഡ് ഒരു IT മാനേജറാണ്. എന്റെ ഇവിടെ ഡൽഹിയിൽ എന്റെ പപ്പ ഫാദർ ഇൻ ലോയും ഒരു പാസ്റ്ററാണ്, IPCയിലെ ഒരു സീനിയർ പാസ്റ്ററാണ്, പാസ്റ്റർ ജോൺ. അങ്ങനെ എന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നതും ഒരു ദൈവഭൃത്യന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അതിനും എനിക്ക് കർത്താവിന് നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് എനിക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവിടെ ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ യൂണിഫോം കഴുകിക്കൊണ്ടിരുന്നപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തുവാ? നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തുവാ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ ഉദ്ദേശം, എല്ലാവരും ജീവിക്കുന്നു അതുപോലെ ഞാനും ജീവിക്കുന്നു, എനിക്കും ജോലിയുണ്ട്, ഞാനും ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഇതിനപ്പുറം ഒരു ഉദ്ദേശത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴ് ഈ ഒരു കാര്യം എന്റെ തലയിൽ പല പ്രാവശ്യം അലയടിച്ചപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കും എന്നെ കുറിച്ചുള്ള ഉദ്ദേശം, എന്നും ഇങ്ങനെ പോകാനാണോ എന്ന് ഞാനും ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ച സമയത്ത്, എപ്പോഴോ ഏത് സമയങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, കൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കണ്ണുനീരോടെ ഇടിവി നിന്ന് പ്രാർത്ഥിക്കണം. അനേകര് വഴി തെറ്റിപ്പോകുക, നീ അവർക്ക് വേണ്ടി ഇടിവി നിന്ന് പ്രാർത്ഥിക്കണം. 2, ദേശത്തിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, ഇടയ്ക്ക് പ്രാർത്ഥിക്കില്ല, മറന്നുപോകും. പലപ്പോഴും ഞാൻ മറന്നുപോയി. ദൈവം എന്നിട്ടും പരിശുദ്ധാത്മാവ് എനിക്ക് തുണ തന്നു. ഇടയ്ക്ക് ഓർക്കുമ്പം, കിടക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഓർക്കും, അയ്യോ ദൈവം എന്നോട് പറയാൻ ഞാൻ ചെയ്തില്ലെന്ന് ഓർക്കും. ഞാൻ 2 വാക്ക് പെയ്യൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിടന്നിട്ടുണ്ട്. ഞാനും അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന രീതിയിൽ എന്റെ ജീവിതത്തിലും ആ അവിശ്വസ്തത വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം എന്റെ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിങ് ഇതായിരുന്നു. അതായത്, എന്നോട് കർത്താവ് തന്ന ഫസ്റ്റ് അസൈൻമെന്റ് ഇതാണ്. എന്റെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കൃപയിൽ നിന്ന് വീഴു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ആ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഈ 2 വിഷയങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കില്ല. നമ്മൾ മനുഷ്യരാണ്. ഞാൻ സത്യസന്ധമായി പറയാണ്, ചില സമയത്ത് അവിശ്വസ്തത എന്നിലും വന്നിട്ടുണ്ട്. അപ്പോൾ
ഒരു ദിവസം ഇതേപോലെ എന്റെ മമ്മിക്ക് 2023-22 മമ്മിക്ക് അല്പമായ ക്ലേശങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്ത് മമ്മിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. ആ സമയത്ത് എന്റെ ഫ്രണ്ട്സും എന്റെ ബന്ധുക്കാരും എന്റെ എല്ലാരും കൂടെ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സമയത്ത് ഒഇടിയും കൂടെ ചെയ്യാം. അങ്ങനെ ഞാൻ ഒഇടി ചെയ്ത് അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എന്റെ ബ്രദറും ഫാമിലിയും ന്യൂസിലൻഡിലേക്ക് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹത്തോടെ അവർ ട്രൈ ചെയ്തു. ആ കൂട്ടത്തിൽ ഞാനും എന്റെ പ്രോസസ്സിങ്ങിന് ഇട്ടു. ഞാനും ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാന് ഓഗസ്റ്റ് 13-നാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ചെന്നു ഞാന് അവിടെ ആയിരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളില് എല്ലാം പിന്നെ എന്റെ തിയറി എക്സാം കഴിഞ്ഞു, പ്രാക്ടിക്കൽ കഴിഞ്ഞു, ഹോസ്റ്റൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് സെറ്റിലായി ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഭാരം, അതിഭയങ്കരമായ സംഘർഷത്തിലൂടെയും മനോഭാരത്തിലൂടെയും ഞാൻ കടന്നുപോയി. എന്നോട് പരിശുദ്ധാത്മാവ് പിന്നെയും ചോദിക്കും, നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? നീ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താ? ഇങ്ങനെ ഞാൻ പിന്നെയും അതിഭയങ്കരമായ സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഭാരവും വല്ലാത്തൊരു സംഘർഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചില് പാമസ്റ്റൺ നോർത്തില് ഒരു ചർച്ചിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ ചർച്ചിൽ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക. ഞാൻ ഓർത്തു ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കാം. ഞാൻ ആ സമയത്ത് 3 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെ കുറിച്ച് ദൈവിക ഉദ്ദേശം എന്തെന്ന് നിനക്കറിയാം, പക്ഷെ നീ അതിനെ പുറംകാലും കൊണ്ട് തട്ടിക്കളയുക. പലതവണയും നീ തട്ടിക്കളഞ്ഞു. ഇപ്പോഴും നിന്റെ ഇഷ്ടത്തിൽ നീ എടുത്ത തീരുമാനങ്ങളാ, നിങ്ങളുടെ തീരുമാനമായത്. ഇത് നിന്നോടുള്ള ഉദ്ദേശം പലതവണ പല വഴി നീ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ നീ പുറംകാലും കൊണ്ട് നീ തട്ടിക്കളഞ്ഞു. എന്റെ ഉള്ളിലെ സംഘർഷം അതിഭയങ്കരമായപ്പം ഞാന് എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, അച്ചച്ചാ എനിക്കിവിടെ ഒരു സമാധാനവുമില്ല, എന്റെ ഹൃദയത്തിൽ ഭാരമാണ്, ഞാൻ വളരെ ദുഃഖിതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു 2 മാസം ഞാൻ അവിടെ നിന്നു. 2 മാസം എന്റെ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാരോടൊപ്പം അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത്, നിങ്ങൾക്കറിയാം ന്യൂസിലൻഡിൽ അപ്പോഴൊക്കെയും ഒട്ടും ജോലി കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ റൂംമേറ്റിനൊപ്പം ഞാനും നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയം ഞാൻ നാട്ടിലേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ നീയാ പറഞ്ഞേ നീ തിരിച്ചു വരണം. ഞാൻ ഇവിടെ വന്നു. എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പ്രാർത്ഥിക്ക്, നീ കാത്തിരിക്കുക, വചനം ധ്യാനിക്ക്, ഞാൻ നിന്നോട് സംസാരിക്കാം. ഇത്രയൊക്കെ എനിക്ക് വലിയ വചന വെളിപ്പാടൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അപ്പന്റെ സന്നിധിയിൽ ഈ 4 ഭിത്തിക്കുള്ളിൽ ഇതേ മുറിയിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയുക, കർത്താവേ ഞാൻ എന്നാ ചെയ്യണ്ടേ? എനിക്ക് മുന്നോട്ടുള്ള വഴി അറിയില്ല. പലരും പലതും പറഞ്ഞു. കാരണം ഇത്രയും രൂപ മുടക്കി അനേകർ ഒത്തിരി വട്ടം ഒഇടി എഴുതിയിട്ട് കിട്ടാതിരുന്നിട്ട് ഇത്രയും രൂപ മുടക്കി നിനക്ക് ഒഇടി എഴുതി നീ അവിടെ പോയി നിനക്ക് നല്ല മാർക്ക് നീ കിട്ടി, നിന്റെ പല കാര്യങ്ങളും നടന്നിട്ടും നീ എന്തുകൊണ്ട് അതിനെ വില കൊടുത്തില്ല? ലക്ഷങ്ങൾ മുടക്കിയില്ലേ, അതിന് വിലയില്ലേ? അപ്പൊ ഞാൻ എന്റെ ഉള്ളില് പലരും പലതും പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിന് ഭാരമായി. ഞാൻ ഇവിടുന്ന് കരയുവാൻ തുടങ്ങി, കർത്താവെ ഞാൻ എന്നാ ചെയ്യേണ്ടത് നീ എനിക്ക് വ്യക്തമായി കാണിക്കണം. എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന അസൈൻമെന്റ്സ് നീ കംപ്ലീറ്റ് ആക്കണം. ഞാനൊരു 21 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു കേട്ടോ. 21 ദിവസത്തെ ഫാസ്റ്റിംഗിൽ ഇരുന്നപ്പം എനിക്ക് കർത്താവ് ചെന്ന ഓരോ പോയിന്റ്സ് ഞാൻ ഒരു കൊച്ചു ഡയറിയിൽ എഴുതി വെക്കാൻ തുടങ്ങി. എന്നോട് ആദ്യം പറഞ്ഞ, നീ ഫേസ്ബുക്കും ഇൻസ്റ്റയും സ്ക്രോൾ ചെയ്യല്ല്, നീ അത് നിർത്തിക്കും. നീ കുറെ നേരം അതിനുവേണ്ടി ഈ റീൽസ് കാണുന്ന ആ ഒരു പരിപാടി അങ്ങ് നിർത്ത്. ഞാൻ അത് എഴുതി വെച്ചു. നീ ഡു നോട്ട് സ്ക്രോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ കുറെ ഇങ്ങനെ എഴുതി പല പോയിന്റ്സ് എന്റെ തെറ്റുകളെ കർത്താവ് തിരുത്തി ഇങ്ങനെ തന്നപ്പോ എന്നോട് പറഞ്ഞു, നിന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാതെ നീ ഉറങ്ങരുത്. അത് എന്റെ കർത്താവ് എനിക്ക് തന്ന ഉടനെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവ് എന്നെ ഇതിനകത്ത് പിടിച്ചിടുവാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് ഈ സെക്കുലർ ഈ നഴ്സിംഗ് അല്ലാത്തപ്പോ ഞാൻ നഴ്സിംഗിന് ഇത് ഇനി പുറകിലോട്ടൊരു ചിന്തയില്ല. ജോലി ഇനി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ലൈൻ കട്ടായി വേണ്ടു. കണ്ടിന്യൂ. പ്രശ്നങ്ങളെ കേൾക്കാമോ? പ്രശ്നങ്ങളെ ഹലോ, കേൾക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇടയ്ക്ക്
സോറി. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഈ സ്ക്രോൾ ചെയ്യലെന്നും കർത്താവിന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന അസൈൻമെന്റ്സിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞപ്പം എനിക്ക് ഭയം തോന്നി. കാരണം ഞാൻ ഇതേപോലെ ന്യൂസിലൻഡ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോയത്, ഇതിനിടയ്ക്ക് ഒരു പോസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കയറി പറയുക. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ പപ്പ ട്രാൻസ്ഫർ ആയി ഞങ്ങൾ പോയത് ബോംബെയിലേക്കാ. അവിടെ ചെന്നപ്പം ഒരു ദേവദാസൻ എന്നോട്, പാസ്റ്ററിന്റെ മോളാണെന്ന് അറിഞ്ഞിട്ടില്ല, അദ്ദേഹം എന്നോട് ഇപ്രകാരം ദൂത് പറഞ്ഞു, നീ നാട്ടിലേക്ക് തിരികെ പോകും. ഞാൻ അവിടെ ചെന്ന് റെയിൽവേ എംപ്ലോയി സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. +1 ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ദേവദാസൻ ഇതേപോലെ ദൂത് പറഞ്ഞു, മോളെ നീ നാട്ടിലേക്ക് കടന്നു പോകും, നീ ഇവിടെ നിൽക്കയില്ല, നാട്ടിൽ ചെന്ന് നീ സയൻസ് എടുത്ത് പഠിക്കും, അവിടെ നിന്നെ കമ്പ്യൂട്ടറിലേക്ക് തിരിക്കും, അവിടെ നിന്നെ നഴ്സിംഗിലേക്ക് തിരിക്കും, അത് കഴിഞ്ഞ് നിന്നെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിക്കപ്പെടും എന്നൊരു ദൂത് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ ദൂത് കേട്ട് ചിരിച്ചു. കാരണം ഒരു സാധ്യതയുമില്ല ഇനിയിപ്പം പപ്പ ഇവിടുന്ന് ശുശ്രൂഷ ഇവിടുന്നെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് ഇനി എന്നെ അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്നൊരു ചിന്തയായി എല്ലാ കാര്യം. അതുകൊണ്ട് ഞാനും ആ ദൂത് കേട്ട് ചിരിക്കുക ചെയ്തത്. പക്ഷെ ആ സമയത്ത് പപ്പായ്ക്ക് ഭയങ്കരമായിട്ട് ചുമ കൂടിയിട്ട്, ഡസ്റ്റ് അലർജി ആയിട്ട് പപ്പായ്ക്ക് എണ്ണീറ്റ് നിന്ന് സങ്കീർത്തനം വായിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പോഴെല്ലാം ചുമയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ആയി കേരളത്തിലേക്ക് വന്നു. അത് ദൈവദാസം പറഞ്ഞതുപോലെ ഞാൻ നാട്ടിൽ വന്നു. ഞാൻ സയൻസ് എടുത്ത് പഠിച്ചു. അതിനുശേഷം എന്റെ പപ്പായ്ക്ക് പൈസ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഒരു വർഷം കമ്പ്യൂട്ടർ TTC പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് എനിക്ക് വഴി തുറന്നു. ഞാൻ നഴ്സിംഗിന് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലൻഡിൽ ചെല്ലുന്നത്. അവിടെ ഒരു ദിവസം അതായത് 8 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. നമ്മള് ഇന്ത്യയുമായിട്ട് 8 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അവിടെ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് മീറ്റിംഗ് കണ്ടോണ്ടിരിക്കുക. ആ ലൈവ് മീറ്റിംഗ് കണ്ടോണ്ടിരുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞ് എന്റെ മനസ്സിൽ തോന്നി, ഈ ദൈവദാസനെ എനിക്കൊന്ന് വിളിക്കണം എന്ന്. അങ്ങനെ ഞാൻ എന്നോട് ദൂത് പറഞ്ഞ അതേ ദൈവദാസനാണ് ഈ ദൈവദാസൻ. പക്ഷെ പാസ്റ്ററിന് അറിയില്ല ഈ ദൂത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നോ ഈ കാര്യം ഞാൻ ഓർത്തിരിപ്പുണ്ടെന്നോ ആ ദൈവദാസൻ അറിയില്ല. ഞാൻ ഈ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു. അതായത് എന്റെ അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് പല പാസ്റ്റർമാരെയും, വലിയ പാസ്റ്റർമാരെയും ഞാൻ വിളിച്ചിട്ടൊന്നും അവരാരും ഫോൺ എടുത്തിട്ടില്ല. എന്റെ ചിന്തയിൽ എന്താ, ഇദ്ദേഹം ഫോൺ എടുക്കില്ല എന്നാ എന്റെ ചിന്ത. പക്ഷെ ഞാനങ്ങനെ ഫോൺ കോൾ ചെയ്യും. അവിടുന്ന് ഒരു ഹലോ വിളി കേട്ടപ്പോ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ന്യൂസിലേക്ക് ഇതാ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ മോളെ കണ്ണടയ്ക്ക്, ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ എന്ന് പറഞ്ഞു. 15 മിനിറ്റ് ആ ദൈവദാസനും ഞാനും പരിശുദ്ധാത്മാ അഭിഷേകത്തോടെ അന്യഭാഷയിൽ ഞങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. ആ 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ എന്നോട് പറയാ, നിനക്ക് തന്ന അസൈൻമെന്റ്സ് നീ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഇത് കേൾക്കുകയും എന്റെ ഉള്ളിൽ ഇടിവാള് വെട്ടുന്ന പോലെ എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു പേടി തോന്നി. കർത്താവേ, നീ എന്നെ ഇതിൽ നിന്ന് മാറ്റുന്നില്ലല്ലോ. ഞാനൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും കർത്താവ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാണ് ഈ ഫാസ്റ്റിംഗ് പറയുന്നത്. എന്റെ ഉള്ളിൽ ഭയങ്കര ഭാരവും സങ്കടവും ഒക്കെ കൂടിയപ്പോഴാണ് ഞാൻ ഈ ഫാസ്റ്റിംഗിലേക്ക് കടന്ന് ദൈവസന്നിധിയിൽ 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിനായിട്ട് ഇരിക്കുന്നത്. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പിന്നെ സംസാരിച്ചത്, നീ ചെയ്യുക, നീ ചെറുതായിട്ട് വിചാരിക്കരുത്. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി നീ കരയുക, പ്രാർത്ഥിക്കുക, ഒപ്പം ദൈവദാസന്മാരെ ഇടിവിൽ നിർക്കുവാൻ വേണ്ടി നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ കേട്ടപ്പം ഭയങ്കര മനോഭാരത്തോടെ ഈ വിഷയത്തെ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ഈ 4 ഭിത്തിക്കുള്ളിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പരിശുദ്ധാത്മാവ്, ഈ 4 ചുവരുകൾക്കുള്ളിൽ മഹത്വം വെളിപ്പെടും. എന്താ മഹത്വം? ഈ 4 ചുവരുകൾക്കുള്ളിൽ എന്നോട് പറഞ്ഞു, നീ ഇറങ്ങ്. എനിക്ക് ഇറങ്ങാനായ എന്തോ ചെയ്യാനാ? ഞാനൊരു പെൺകുട്ടിയല്ലേ, എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ലേ? എന്റെ ഹസ്ബൻഡ് ഒരു IT മാനേജരാ. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് ഒത്തിരി എന്നെ ഇങ്ങനെ ലിമിറ്റ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, നീ നിന്റെ സാധ്യതകളെ ലിമിറ്റ് ചെയ്യല്. നീ നിന്നെ തന്നെ ലിമിറ്റ് ചെയ്യാതെ നീ ഇറങ്ങുക. നീ ദൈവസന്നിധി കാത്തിരിക്കുക. ദൈവവചനം, ദൈവം നിന്നോട് എന്ത് പറയുന്നു അതൊക്കെ നീ എഴുതി വെക്കാൻ തുടങ്ങുക. വചനം പഠിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞ ഇതാണ്, യേശുവാകുന്ന എനിക്ക് വരെയും ഒരു സീസൺ ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിലും സീസൺ ഓഫ് സൈലൻസ് ഉണ്ടാകും. പക്ഷേ അത് പിന്നത്തേതിൽ മഹത്വമാക്കി തീർക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയും ഞാൻ ഇതിനെ കാത്തിരിക്കാൻ തുടങ്ങി. ഏകദേശം 1 വർഷത്തോളം ആകുന്നു ദൈവമക്കളെ
ഞാൻ ഇവിടുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം എന്റെ മാനുഷിക ബുദ്ധി ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ ഇവിടുന്ന് കരയുന്നു. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുക, കർത്താവെ ഇന്ത്യ വിടുവിക്കണമേ, ഉണർവിനെ അയക്കണമേ, അത് ചെയ്യണം, ഇത് ചെയ്യണമേ, ദേശത്തെ വിടുവിക്കണമേ, ഈ ലോകം മുഴുവൻ ദൈവത്തെ അറിയണം. എനിക്ക് ഈ ഡൽഹിയിൽ 11 ഡിസ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, സത്യം ഞാൻ പറയുകയാണ്. ഞാൻ ഗൂഗിളിനകത്ത് എടുത്ത് അന്വേഷിച്ച് ഈ ഡൽഹിയുടെ മാപ്പ് നോക്കി 11 ഡിസ്ട്രിക്റ്റ് എല്ലാം എഴുതി വെച്ചു. എന്നിട്ട് ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊക്കെ ലോകരാജ്യങ്ങൾക്ക് പേരുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ ബുദ്ധിയിൽ ഞാൻ ചോദിച്ചു, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് പരിശുദ്ധാത്മാവ്, ദൈവം ചെയ്യുന്നൊരു പ്രവർത്തി കേൾക്കണം. എനിക്കൊരു ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. എന്റെ 2023 ഈ സെപ്റ്റംബർ 20 എന്റെ അമ്മ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അമ്മ മരിച്ചുപോയി. അപ്പം എന്റെ ഉള്ളിൽ ഭയങ്കര ഭാരം. എന്നെ ആത്മീയമായി വളർത്തിയ, എനിക്ക് ആത്മീക ഉപദേശങ്ങളെ തന്ന്, എന്റെ മോളെ നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ വചനം വായിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് അതിഭാരമായി. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അമ്മയില്ല. എനിക്ക് സങ്കടം പറഞ്ഞിട്ട് എന്റെ അച്ഛൻ നല്ല തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അച്ഛനോട് ഞാൻ പറയാം, അച്ഛൻ എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ, അച്ഛൻ എനിക്കൊന്ന് ഫ്രീ ആയിട്ടൊന്നും മിണ്ടാൻ കിട്ടുന്നില്ലല്ലോ. അപ്പോഴും അച്ഛനും ഒന്നും മിണ്ട, ഒരു ചിരി കഴിച്ചിട്ട് അങ്ങ് പോകും. എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയും, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എനിക്കിത് പറയാൻ നീ അല്ല വേറെ ആരുമില്ല. എന്റെ ആഗ്രഹം എന്തുവാ, ഞാൻ സംസാരിക്കും, തിരിച്ച് എന്നോട് ആ മോളെ ഇങ്ങനാന്ന് ഇങ്ങനൊന്ന് പറയാൻ ഒരാള് വേണം. ഞാൻ പറഞ്ഞു, ശരിയാ കർത്താവേ, നീ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കും. പക്ഷെ മാനസികമായി എനിക്ക് ഇങ്ങനെ കേൾക്കണം, തിരിച്ച് മോളെ ഇങ്ങനെ ചെയ്യ, അങ്ങനെ ചെയ്യുന്ന കേൾക്കണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചുമ്മാ ഇവിടുന്ന് പറഞ്ഞു, എനിക്കൊരു അമ്മയില്ലല്ലോ, അപ്പൊ എനിക്കൊരു അമ്മയെ കന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് പറഞ്ഞു. നിങ്ങക്ക് കേൾക്കണമോ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ എനിക്ക് ഒരാളങ്ങ് മെസ്സേജ് അയക്കുക, മോളെ അല്ല, പ്രാർത്ഥിച്ച് മെസ്സേജ് വിടുക എന്ന് ഒരു ആന്റി അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് മെസ്സേജ്, കർത്താവെ ബ്ലസ്സിമോളെ നീ അനുഗ്രഹിക്കണമേ, ബ്ലസ്സിമോക്ക് ദൈവമേ അവൾക്ക് എല്ലാം അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ഇടുക. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് ആരാ ഈ ആന്റി എന്നും എനിക്കിങ്ങനെ മെസ്സേജ് ഇടുന്നു, ഈ ആന്റി ആരാ? നിങ്ങക്ക് കേൾക്കണോ? തൃശ്ശൂരുള്ള ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് റിട്ടയർ ചെയ്ത സിസ്റ്റർ ഓമന ചാക്കോ, പുള്ളിക്കാരിയാണ് എനിക്ക് എന്നും ഇങ്ങനെ മെസ്സേജ് ഇടുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ആന്റിക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടിയത്? അപ്പൊ ആന്റി പറഞ്ഞു, മോളെ എനിക്ക് ആരോ തന്നതാ, ഞാൻ നഴ്സുമാരുടെ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്, അതില് ഞാൻ ഇങ്ങനെ ആൾക്കാരെ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നിന്റെ നിനക്ക് ഇങ്ങനെ മെസ്സേജ് ഇടാൻ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ആന്റി എന്നെ ആത്മീയമായിട്ട് പല കാര്യങ്ങളിൽ എന്നെ പിടിച്ചു പൊക്കുന്ന പോലെ, മോളെ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഒരമ്മയ്ക്ക് പകരമായിട്ട് എന്റെ ഭൗതികമായിട്ടാട്ടെ ശാരീരികമായി എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു തുണ പോലെ ഈ അമ്മ ഇങ്ങനെ എന്റെ കൂടെ നിന്ന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആന്റി എനിക്ക് ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് സമയമുണ്ടെങ്കിൽ നീ ഈ ലിങ്കിൽ കയറണം, നീ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഇതിൽ ലിങ്കിന് കേറിയിട്ട് ചുമ്മാ ഞാൻ കേറി ഇരുന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച പറയട്ടെ എന്റെ ദേവദാസ, എനിക്കിതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആണ്. ഞാൻ കാണുന്ന കാഴ്ച, ഓരോ മണിക്കൂറും ദേശത്തിന്റെ വിടുതലിന് വേണ്ടി കരയുന്ന ഒരു കൂട്ടം ജനം, ഒരു AGയുടെ ഒരു 24/7 ലിങ്ക. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പം എന്നോട് പരിശുദ്ധം കൊണ്ടേ പറയാ, നീ അല്ലേ ചോദിച്ചേ ആരെങ്കിലും ഉണ്ടോ ദൈവം ഈ ഇന്ത്യക്ക് വേണ്ടി കരയുന്ന, അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ? നീ ഇത് കാണാ, ഓരോ മണിക്കൂറും രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ലിഫ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം എനിക്ക് വേണ്ടി ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. ബാലിന് മുട്ടും മടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കൂട്ടം ജനത്തെ അതാ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു. നീ മാത്രമല്ല മോളെ, ഒരു ശേഷിപ്പിലുള്ള ഒരു ജനം, ഒരു കൂട്ടം വ്യത്യസ്തമായി ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകം എത്ര അധപതിച്ചാലും എത്രമാത്രം അഴുക്കിലൂടെ പോയാലും എനിക്കുള്ളവയെ ശേഷിക്കാൻ എനിക്കറിയാമെന്ന്. അത് കേട്ടതും എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ, എവിടെ ആണെങ്കിലും ഏത് കൂട്ടത്തിലാണേലും യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ യൂദ ഉള്ളതുപോലെ ഏത് കൂട്ടത്തിലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കർത്താവിന് വേണ്ടവരെ വേർതിരിക്കാൻ കർത്താവിന് അറിയാം കേട്ടോ. ദൈവം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവെ ആ ശേഷിപ്പ് ഞാനും ഉണ്ടാവണേ, അപ്പന്റെ ഹിതം മാത്രം ചെയ്യുന്ന, അപ്പന്റെ ഇഷ്ടം ചെയ്യുന്ന, അപ്പൻ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരാളാക്കി എന്നെ തീർക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എന്റെ ഹൃദയത്തെ മുഴുവനായിട്ട് തരുന്നു, എന്റെ ശരീരത്തെ തരുന്നു. അപ്പന്റെ
മാവായിരിക്കാൻ എന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. അപ്പന്റെ കൈയാകാൻ എന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി കർത്താവിനെ ഇപ്പൊ നമ്മൾ വായിച്ച എന്താ, സന്തോഷത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ കേട്ടോ. നമ്മളെ ദൈവസന്നിധി വരുമ്പോ ആ പൂർണ്ണമായിട്ട് നമ്മളെ സമ്പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്റെ ഈ ശുശ്രൂഷയുടെ ആരംഭം. ഇതിന് ശേഷമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പലരുമായിട്ട് എന്നെ കണക്ട് ചെയ്യിച്ചു. അപ്പൊ ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവെ എനിക്ക് ആത്മീയ ബന്ധങ്ങളൊന്നും അധികമില്ല, ഞാൻ ശുശ്രൂഷയിൽ എങ്ങനെ മുന്നേറണമെന്ന് എനിക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പലരുമായിട്ട് കണക്ട് ചെയ്തു. ഇന്നാകട്ടെ പലവിധമായ സൂമുകളിൽ കൂടെ ഒക്കെ ദൈവവചനത്തെ പറയുവാനും എന്റെ സാക്ഷ്യങ്ങളെ പറയുവാനും ഒക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. എണ്ണീറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോ സത്യം പറയുക, പാസ്റ്ററിന്റെ മോള ഞാൻ എന്റെ കൈ വിറയ്ക്കുമായിരുന്നു. സത്യം. പാട്ട് പാടും, എന്നാ പറയുന്നേ, നമ്മള് വർഷിപ്പ് ലീഡൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ വചനമൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യമായിട്ടും പറയുവാണ്, ഞാൻ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഈ ലോകത്തിലെ ചിന്തകൾ എന്തായിരുന്നു, പെന്തിക്കോസുകാരെ കള്ളന്മാരാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടു വളർന്നതാ. ദേവദാസന്മാരോടൊക്കെ കള്ളത്തരങ്ങളൊക്കെ കണ്ട് കേട്ട് എന്റെ അപ്പനും അമ്മയും കരയുന്നതും ദുഃഖിക്കുന്നതും പലവിധമായ പ്രശ്നങ്ങളിലൂടെ പോകുന്നതും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു വളർന്ന എനിക്ക് മിനിസ്ട്രി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ദൈവം എന്നെ വലിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ ഞാൻ ചിന്തിക്കാത്ത കാര്യത്തിന് ദൈവം എന്നെ പിടിച്ചോണ്ട് വന്നതാ കേട്ടോ. ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുതിർന്നതോ ഇഷ്ടപ്പെട്ടതോ അല്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഒരിക്കലും 5 പൈസക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ലഭിച്ചെങ്കിൽ സൗജന്യമായി കൊടുക്കാനാ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് സൗജന്യമായി കിട്ടി, നീ സൗജന്യമായി കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് റെവലേഷൻ തന്നിട്ടുണ്ടോ? ദൈവവചനം ചിലർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകമാ. പക്ഷെ നമുക്ക് പറയട്ടെ, ദൈവവചനം നമുക്ക് വെളിപ്പാടാ. ഇതൊരിക്കലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമല്ല. പലരും ദൈവവചനം പഠിച്ചു പോകും. ഇത് വചനം അറിയാവുന്ന പറഞ്ഞാൽ അങ്ങ് പഠിച്ചു പോകുന്നേ അല്ലാതെ അതിനകത്ത് ആഴങ്ങളിലോട്ട് ഇറങ്ങാൻ പലർക്കും പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തിട്ടേയില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് നമ്മൾ പറയണം, കർത്താവെ വചനം കേൾക്കുമ്പോൾ അതിൽ ആഴത്തിൽ മുത്തുകളെ തെരഞ്ഞു പറക്കാനുള്ള ദൈവശക്തി എന്റെ മേൽ പകരണമേ. അതിനകത്തേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി എനിക്കും തരണമേ എന്ന് ദൈവസന്നിധി കാത്തിരുന്ന, ഞാൻ പറയട്ടെ എന്റെ ദൈവമക്കളെ, ദൈവം അത്ഭുതപരമായിട്ട് അത്ഭുത വഴികളെ തുറക്കും. എനിക്ക് വേണ്ടി തുറന്നത് ദൈവമാ. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് എന്താ ചെയ്യപ്പം, നീ മിണ്ടാതിരുന്നാ മതി, നീ മിണ്ടാതിരി, നീ പഠിക്ക്, നീ വചനം വായിക്കുക, നീ പഠിക്കുക, ഇത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എനിക്ക് പല സ്ഥലങ്ങളില് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എന്റെ നമ്പർ എവിടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. പലയിടത്തും പല രാജ്യങ്ങളില് ഇതിനോടകം കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ മിടുക്കുകൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എനിക്ക് യാതൊരു മിടുക്കുമില്ല, നിങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവളല്ല. എങ്കിലും കർത്താവ് എന്നെ നിർത്തി എന്നല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ആർക്കും എന്റെ ദേവദാസനെ അറിയാത്തോണ്ട് ഞാൻ പറയാം, ഇതിനിടയ്ക്ക് ഞാൻ ആഗ്രഹിച്ചൊരു ആഗ്രഹമാണ്, കർത്താവ് എനിക്ക് പേഴ്സണലി എനിക്ക് കർത്താവിന്റെ അഭിഷേകം ഒത്തിരി വേണം. എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് മോളെ നീ ഇറങ്ങ്, ഞാൻ എന്റെ തലയെ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരുമില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാനൊരു ദേവദാസനോട് പറഞ്ഞു, ദേവദാസ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ ദേവദാസൻ ഒരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം വചനം പഠിക്കണം, ഞാൻ MD ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസ എനിക്കൊരു കാര്യം വേണം, ഞാൻ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് 1 മാസത്തോളം ഏകദേശമായി. ഇന്ന് വരെയും അതിനെക്കുറിച്ച് തിരിച്ചൊരു നല്ലൊരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല. ഒരു ദിവസം ഈ കാര്യം എന്റെ ഉള്ളിലിരുന്നങ്ങ് ഭയങ്കര സങ്കടമായി. ഞാൻ എന്ത് ചെയ്തു, രാത്രിയില് ടെറസിൽ എല്ലാ കുഞ്ഞുങ്ങളെ 2 പേരെയും കിടത്തിയിട്ട് രാവിലെ സ്കൂളിൽ പോകണ്ടതല്ലേ, ഞാൻ ടെറസിൽ പോകും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ അതേ യേശു തനിയെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഞാൻ ടെറസിൽ പോയി ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, അപ്പച്ചാ എനിക്കൊരു സങ്കടമുണ്ട്, എനിക്ക് എന്നെ പ്രാർത്ഥിച്ച് വെളിയിലോട്ട് ഇറക്കാനോ അല്ലെങ്കിൽ ഞാൻ വചനം പഠിക്കാനും എനിക്ക് ആരുമില്ലപ്പാ. നീ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യാനൊക്കെ. ദാവീദിന്റെ മേളില് ഓയിൽ ഒഴിച്ച് വെളിയിലോട്ട് ഇറക്കാൻ ആരുണ്ടായിരുന്നു? ഒരു ശമൂവേൽ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ആരുമില്ലപ്പാ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാ ഞാൻ താഴെ വന്ന് കിടന്നത്. കിടന്നപ്പോ എനിക്ക് കഴുത്തിന് ഭയങ്കര വേദന, കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം കൂടെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടന്നത് മാത്രമേ എനിക്കറിയൂ. ഏകദേശം 2 മണിക്കൂറോളമുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഈ സ്വപ്നം എന്ന് പറഞ്ഞ വലിയൊരു യുദ്ധമാ. ഈ യുദ്ധത്തെ ഞാൻ ജയിച്ചു കേട്ടോ. എന്നിട്ട്
ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം പറയാം. ഞാൻ കിടക്കുന്ന കട്ടിലിന് 3 പ്രാവശ്യം എന്നെ പൊങ്ങുകയും താഴുകയും ചെയ്തു. ഒരു വലിയൊരു ശക്തി എന്റെ മേളിൽ വന്നിട്ട് എനിക്ക് എന്നെ തന്നെ അടക്കാൻ പറ്റാത്ത സന്തോഷവും ഒരു എനർജിയും. ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. രാവിലെ 6 മണിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. അവർക്ക് വേണ്ടിയിട്ട് ടിഫിൻ റെഡിയാക്കണം. അപ്പൊ ഞാനിങ്ങനെ എണീറ്റപ്പോ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഈ സ്വപ്നം കണ്ട് ഭയങ്കര എനർജിയാ എന്റെ മോളില്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തോടായിരിക്കും. ഞാൻ എന്നിട്ട് എണീറ്റ് അച്ഛച്ചനോട്, "അച്ഛച്ചാ, ഒരു കാര്യമുണ്ട്, ഞാൻ അച്ഛച്ചനോട് പറയാം കേട്ടോ." കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അച്ഛച്ചനെ പിടിച്ചിരുത്തിയിട്ട് എന്റെ സ്വപ്നം മുഴുവൻ പറഞ്ഞു. അച്ഛച്ചനോട് പറഞ്ഞു, "അച്ഛച്ചാ, ദൈവം എത്ര മനോഹരമായ ദൈവമാ. എന്നോട് പറഞ്ഞ സ്വപ്നം മാത്രമല്ല കർത്താവ് തന്നെ, അതിന്റെ ഒപ്പം എനിക്കതിന്റെ വ്യാഖ്യാനം കൂടെ തന്നു. ഓരോത്തിന്റെ അർത്ഥം എന്നോട് പറഞ്ഞു തന്നു. മോളെ, ഇതാണെന്ന് എന്നോട് വ്യക്തമായി സംസാരിച്ചു. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്റെ ഉള്ളിലെ ഭാരം ഉണ്ടായിരുന്നല്ലോ, എന്നെ ഇറക്കാൻ ആരുമില്ല. എന്റെ ഉള്ളിൽ കർത്താവ് നീ എന്നെ അനോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ ടെറസിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ അനോയിന്റ് ചെയ്തായിരുന്നു, നീ അവിടെ വീണ് പോയേനെ. അതിനുള്ള ഉള്ളൂ നീ. അതിനുള്ള ശരീരത്തിൽ നിനക്ക് അനോയിന്റിങ് വഹിക്കാനുള്ള ഇല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ സ്വപ്നത്തിൽ എന്റെ പ്രിയനോ ഞാനത് ഉറക്കത്തിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ഉറക്കത്തിൽ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹൃദയം ഭയങ്കര സന്തോഷിച്ചു. എന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം അങ്ങ് മാറി. നീ ഇനി ബൈബിൾ കോളേജ് പഠിച്ചില്ലേലും കുഴപ്പമില്ല, എന്റെ വചനം ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഞാനല്ലേ നിന്റെ ടീച്ചർ. ഇത്രയും നന്നായി പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉള്ളപ്പോ നീ എന്തിനാ അവിടെ ഇവിടെ ചിന്തിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞ ബൈബിൾ കോളേജിൽ പഠിക്കാൻ നീ സ്വയം എടുത്ത തീരുമാനം, നീ സ്വയം ചിന്തിച്ചു കൂട്ടിയത്, നീ എന്തിനാ ചിന്തിച്ചേ? ഞാൻ എന്നിട്ട് എന്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നീ എന്താഗ്രഹിക്കുന്നു അത് മാത്രം മതി. ഈ ലോകത്ത് വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്ത് ഒരു നന്മയ്ക്കും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവം എനിക്ക് എല്ലാ നന്മ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് മോഹിച്ചോ അതിനുവേണ്ടി ഒന്നും അല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ. ആഗ്രഹം ന്യൂസിലൻഡിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒറ്റ ഒരു ആഗ്രഹം ഇതായിരുന്നു, എന്റെ സഹോദരനോടൊത്ത് ഒരു കുടുംബത്തിൽ ഒരു രാജ്യത്തായിരിക്കാമല്ലോ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പച്ച, ഇനി ഞാൻ ചിന്തിക്കത്തില്ല. അപ്പൻ എന്താഗ്രഹിക്കുന്നോ, അപ്പന്റെ ഇഷ്ടമെന്തോ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ വിറയ്ക്കണം കേട്ടോ. കർത്താവ് ചെറിയ വ്യക്തിയല്ല. ആ കർത്താവിന്റെ മുമ്പിൽ നമ്മള് ഈ ലോകത്തിന് മുഴുവൻ അധിപതിയായ, വെറും വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ച ഒരു ദൈവം എനിക്ക് വേണ്ടി വെറും 4 ഭിത്തിക്കകത്തിരുന്ന് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് വഴികളെ കൊണ്ടെത്തിച്ചെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നൂലെ കെട്ടി ഇറക്കി തരും. കാരണം എന്റെ അനുഭവമാണ് എന്നോട് പറഞ്ഞത്. കാത്തിരിക്കാൻ മാത്രമാ. കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? അവർ ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. അവർ ചിറകടിച്ച് ഉയരും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. ദൈവമക്കളെ, നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹൃദയഭാരത്തെ അതുപോലെ ദൈവസന്നിധി ഇറക്കി വെക്കുക. നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ പറയണം, അപ്പാ, എനിക്ക് നിന്റെ ഒരു വിശ്വസ്തതയിൽ ജീവിക്കാനുള്ള ബലം താ. എന്റെ സ്വന്തം കഴിവുകൊണ്ട് നടക്കത്തില്ല. എന്റെ കയ്യെ നീ ഒന്ന് പിടിക്കണമേ, എനിക്ക് മുന്നോട്ട് പോകാൻ ബലം തരണമേ, എന്നെ മുന്നോട്ട് നീ നടത്തുന്ന നമ്മുടെ ഹൃദയപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുത്താൽ വിടുതൽ നിശ്ചയമായിട്ടുമുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് വിശ്വസ്തയോടെ, നമ്മുടെ ഉള്ളിലെ സത്യത്തോടെ. എന്താ വചനം പറയുന്നേ? സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന. സത്യം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ പ്രവൃത്തിയിൽ അശുദ്ധി ഉണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പാപം പറയുന്നുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തിയിൽ ആർക്കെങ്കിലും സങ്കടം വരുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പറ, ഈ നിമിഷം പറ, കർത്താവേ, ഞാൻ ഒരിക്കൽ കൂടി താഴ്ത്തുന്നു. എന്റെ ഉള്ളിൽ തെറ്റ് വന്നു പോയി, എന്റെ ഉള്ളിൽ പാപം വന്നു പോയി. അപ്പ ക്ഷമിക്കണേ. അപ്പൻ എന്ത് ചെയ്യുന്നറിയോ? നമുക്കൊക്കെയാ ക്ഷമിക്കാൻ പറ്റാത്തെ. കർത്താവ് ഒരു മഹാദയയും മഹാകരുണയും ദീർഘക്ഷമയുള്ളവനാ. അവൻ ക്ഷമിക്കുമെന്നേ. തെറ്റ് പറ്റിപ്പോയോ? നിങ്ങൾ ദൈവമക്കളാണോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കും. 1, 2, 3 തവണയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ എപ്പോഴും ശിക്ഷിക്കുവോ? ഇല്ല. അവര് ഒരു തവണ പറഞ്ഞു കേട്ടില്ല, 2 തവണ പറഞ്ഞു കേട്ടില്ല, 3 തവണ, നമ്മൾ നന്നായിട്ട്, നമുക്കും ക്ഷമയൊക്കെ ഉണ്ട്. പക്ഷെ അതിലും ഭയങ്കരനായ, അത്രമാത്രം ഉന്നതനായ ദൈവത്തിന്റെ മക്കളെ നമുക്ക് കർത്താവ് ആരാ? ദീർഘക്ഷമയുള്ളവനാ. നിങ്ങൾ തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റിനെ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കാൻ, മക്കളെ, നീ എന്റെ അടുത്ത് വാ, നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, എന്ത് ചെയ്യാൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരാമെന്ന് പറഞ്ഞ വിശ്വസ്തനായ, നീതിമാനായ, സ്നേഹിക്കുന്ന, കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വന്നിട്ട്, അപ്പാ,
എന്നെ നീ ഉപയോഗിക്കണേ. എനിക്ക് വേണ്ടിയിട്ട് നിന്റെ വിളി ഞാൻ കേട്ടറിഞ്ഞതാണെങ്കിൽ കർത്താവെ നീ എന്നെ ഉപയോഗിക്കണേ. ഇത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പ എന്റെ ഉള്ളിൽ ഈ ഭാരം തന്നത് നീയാ. നീ എന്നെ പിടിച്ചിറക്കിയത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് വഴി തുറങ്ങി. ഈ 4 ഭിത്തിക്കകത്ത് എനിക്ക് വേണ്ടി വഴി ഉറക്കിയെങ്കിൽ ഞാൻ എങ്ങും ഇറങ്ങി പോയിട്ടില്ല. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എങ്ങും അലയേണ്ട വന്നിട്ടില്ല. കർത്താവ് എന്നെ നിറച്ചു. കർത്താവ് എനിക്ക് വഴി കൊണ്ട് തരുമായിരുന്നു കേട്ടോ. ഞാൻ എങ്ങും പോയിട്ടില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ഞാൻ കാത്തിരുന്നിട്ടില്ല. എനിക്ക് ആത്മീയ ബന്ധങ്ങളില്ല. സത്യം പറയട്ടെ, പാസ്റ്ററിന്റെ മോളൊക്കെ ആണെങ്കിലും ഞാൻ ബന്ധങ്ങളെ സൂക്ഷിക്കുന്നത് വളരെ പോറായിട്ടുള്ള ഒരാളാ. എനിക്ക് ഞാൻ പലപ്പോഴും ഞാൻ എന്റെ അമ്മ ജീവനുള്ളോടൊപ്പം പറയും, എന്റെ ബ്രദറിനോട് പറയും, മോനെ ഞാനൊരു കാര്യം പറയട്ടെ, അവക്ക് ഇങ്ങനെ ഈ ഫോൺ വിളിച്ച് സംസാരിച്ചുള്ള പരിപാടി ഒന്നും അവക്ക് ഇല്ലാത്തതല്ലേ. നീ അവളെ എന്നും വിളിച്ച് മമ്മി വയ്യാതിരിക്കും മമ്മി ഇങ്ങനെ പറയുമായിരുന്നു, നീ അവളെ വിളിച്ചങ്ങ് സംസാരിക്കണം കേട്ടോ. അവക്ക് അതൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബന്ധങ്ങളെ സംരക്ഷിച്ചു പോകുന്നതിൽ അത്രയും വലിയ മിടുക്കിയൊന്നും അല്ല. എനിക്ക് എന്റെ ഫാമിലി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും ആ ഒരു സർക്കിളാണ് എന്റെ സർക്കിള്. അതിനകത്ത് ഏറ്റവും പ്യുവർ ആയിട്ടും അതിനകത്ത് ഏറ്റവും സിൻസിയർ ആയിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാക്കി അതിൽ സത്യസന്ധത ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഉള്ളതില് സത്യസന്ധമായിട്ടും കർത്താവിനോട് ചേർന്നുള്ള ആ ബന്ധത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ സന്തോഷം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എന്നറിയാമോ? നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുവാണെങ്കിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇനി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായം ഒന്ന് എടുക്കണേ എല്ലാവരും. ആവർത്തന പുസ്തകം 28-ന്റെ 47-ഉം 48-ഉം ഇതിലിങ്ങനെ വായിക്കുന്നേ, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവ നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വെക്കും. ഇതെന്നാന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് പലതവണ നമ്മളെ ഹേമിച്ചിട്ടും ദൈവത്തിന് നമ്മൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ നമ്മൾ തന്നെ വലിയതായിട്ട് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് വലിയ വില കൊടുത്ത് നമ്മളെ തന്നെ വലുതാക്കി കണ്ടു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നാന്നറിയാമോ? അത് ആ ഒരു കാര്യത്തിൽ, അതായത് സേവിക്കായിക കൊണ്ട്. അപ്പൊ കർത്താവിനെ എങ്ങനെ സേവിക്കണം എന്ന് അവിടെ പറയുന്നത്? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട്. നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, ഓ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയില്ലേലും കുഴപ്പമില്ല, ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്നില്ലേലോ വേണ്ട, അങ്ങനൊക്കെ ചിന്തിക്കും. ഞാനും ഇത് പോയിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ, നല്ല ഹൃദയ സന്തോഷം. അപ്പൊ കർത്താവിനെ ആരാധിക്കാൻ പോകാം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഒരു ഉന്മേഷം വേണം. ഓ, എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കാൻ പോവാ. എനിക്ക് എന്റെ കർത്താവ് എനിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരു ഇച്ചിരി കരടില്ലാതെ, ഒരു കള്ളത്തരമില്ലാതെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഞാൻ എന്റെ ദൈവത്തെ സേവിക്കും. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് ഞാൻ എന്റെ കർത്താവിന് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്തുവെന്നറിയാമോ? കർത്താവിന് നമ്മളൊന്ന് അവൈലബിൾ ആയിട്ടിരിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഇത്രയും നാളായിട്ടും ഞാൻ എന്തുകൊണ്ട് എന്റെ കർത്താവിന്റെ സ്വരത്തെ കേട്ടിട്ടും അവഗണിച്ചു? എനിക്കറിയില്ല. അത് ഞാൻ ഇപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കത് റിവീൽ ആകാൻ ഇത്ര സമയമെടുത്തു? പരിശുദ്ധാത്മാവ് പലതവണയും പലരിൽ കൂടിയും ദൈവാലോചന തന്നിട്ടും ഞാൻ അതിനെ തിരസ്കരിച്ച് കളഞ്ഞല്ലോ, ഞാൻ അതിന് വില കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഭാരം എന്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്നറിയോ? ഇനി പഴയ കാലത്തെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കാനുള്ള സമയമല്ല. ഇനി നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇനി മുന്നോട്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ ചെയ്യുക. ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്ക് ഞാനൊരു ബ്ലൂ പ്രിന്റ് തരും. എനിക്ക് ഇതുവരെ ആ ബ്ലൂ പ്രിന്റ് കിട്ടിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ആ ബ്ലൂ പ്രിന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നോഹയോട് പറഞ്ഞു, എന്ത്? പെട്ടകം ഉണ്ടാക്കാൻ ഇത്ര മുഴം അടി, ഇത്ര ഉയരത്തിൽ ഉണ്ടാക്കണം, അങ്ങനെ ചെയ്യണം, ഇന്ന മരം കൊണ്ട് ഉണ്ടാക്കണം. നോഹയോട് പറഞ്ഞ പോലെ എനിക്ക് എന്തൊക്കെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്തോ ഞാൻ തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് കർത്താവ് തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ കർത്താവിന്റെ സന്നിധി കാത്തിരിക്കുക. ഇപ്പോഴും ഞാൻ ആ വാക്കൊന്നും കൂടെ പറയുന്നു, കാത്തിരിക്കുന്നവനെ ദൈവം നിറയ്ക്കും, ശക്തീകരിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതമായി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറയുക, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെ ഭയപ്പെടണം? ദൈവസന്നിധി വരുമ്പം ആരെ ഭയപ്പെടണം?
ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് വേണം, ഭയത്തോടെ അവനെ എന്ത് ചെയ്യണം? സേവിക്കണം. വിറയലോടെ അവന്റെ സന്നിധിയിൽ കടന്നു വരണം. അപ്പൊ നമ്മൾ കർത്താവിനെ സേവിക്കാൻ കൊടുക്കേണ്ട ആ ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും നമ്മൾ കുറയ്ക്കരുത് കേട്ടോ. തീരെ ചെറിയൊരു വ്യക്തിയല്ല നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന റൂമില് നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം ഉണ്ടല്ലോ, അത് ചെറുതല്ല. അപ്പൊ അതിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും മഹത്വവും അത് അങ്ങനെ തന്നെ കൊടുക്കണം. ഒരിക്കലും നിങ്ങളുടെ സാധ്യതകളെ ലിമിറ്റ് ചെയ്യല്. പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി കർത്താവ് എന്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ കർത്താവ് എനിക്ക് തെളിയിച്ചു തരണേ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കണം. നിങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് അത് പറയും, നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടരുത്. ആരെങ്കിലും മനുഷ്യർ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ആ വിഷയത്തെ നിങ്ങളല്ല ഡീൽ ചെയ്യണ്ടേ. നിങ്ങൾ ചെയ്യുന്ന അവർ എന്നോട് ചെയ്തതിന് പകരം ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കില്ല. പ്രതികാരം യഹോവയ്ക്കുള്ളത്. ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തിയാൽ, ആരെങ്കിലും നിങ്ങളെ ലിമിറ്റ് ചെയ്താൽ, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു അതിര് വെച്ചാൽ, ഞാൻ പറയട്ടെ, ആ അതിര് ആരാ നീക്കണ്ടേന്ന് അറിയാമോ? കർത്താവ. നിങ്ങൾ പകരത്തിന് പകരം ചെയ്യല്ല. നമ്മൾ സ്തോത്രം പറയുന്ന, നമ്മൾ സ്തുതി പറയുന്ന നാവ് കൊണ്ട് ഒരു വാക്ക് പോലും ദൈവഹിതമല്ലാത്ത സംസാരിക്കില്ല. ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയും കൂടെ വചനം എഴുതി വെച്ചിട്ടുണ്ട്, ഓർത്ത് നോക്കി. അസൂയുള്ളവരും പകയുള്ളതും ഭിന്നതയും ഒക്കെ ഉള്ളവരാരും കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് എഴുതി വെച്ചായിരുന്നെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെ നിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊക്കെ നമ്മളുടെ ഉള്ളില് ആത്മാവിന്റെ ഫലത്തിന് പകരം പലതും ജഡപ്രവർത്തികൾ ഉണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മൾക്ക് ഹൃദയപൂർവ്വം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിമിഷം അപ്പച്ചാ, എനിക്ക് വേണ്ടുന്നത് അപ്പന്റെ ഹൃദയമാ. അപ്പൻ പറയുന്ന പോലെ എന്നെ വേദനിപ്പിച്ചാലും ഞാൻ എന്ത് ചെയ്യും? സ്നേഹിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കും. മറ്റുള്ളവരെ അനുഗ്രഹിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നേ. അവർ വേദനിപ്പിച്ചോട്ടെ, കർത്താവ് നിങ്ങളെ അറിയുന്നേ. നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വലം കൈ പിടിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഭാരപ്പെടേണ്ടത്. വേദനിപ്പിക്കുന്നവർ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, പക്ഷെ അനുഗ്രഹിക്കുന്നവൻ നിന്റെ അരികെ നിൽക്കുന്നു. അവൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അതിനെ ഏറ്റെടുക്ക. ദൂതിനെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവില്ല, നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കയറി ഇരിക്കത്തില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവ് ഹേമിക്കാതെ നിങ്ങൾക്ക് ഹൃദ്യമായി ഇതിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഒരു ദൈവസന്നിധിയിൽ ഒരു വ്യക്തി കാത്തിരിക്കുന്നെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവ് ഹേമിപ്പിക്കാതെ അങ്ങനെ ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മാർക്കിടാൻ വേണ്ടി ഇരിപ്പിക്കാം, അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട സകല ബഹുമാനവും നിങ്ങൾ കൊടുക്കുക. ദൈവം നിങ്ങളെ കൂടെ ഇരിക്കും, കയ്യെ പിടിക്കും, വിട്ടിട്ട് പോകത്തില്ല, കൂടെ തന്നെ നടക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നന്നായി അറിയുന്ന ഒരു ദൈവമാ. നിങ്ങൾ വിചാരിക്കല് എന്റെ കുഞ്ഞിന്റെ കാര്യം ഇങ്ങനെ നടക്കുക, കർത്താവേ എന്റെ കുഞ്ഞിന്റെ കാര്യം നന്നായിട്ട് നടക്കുന്നില്ല, എന്റെ ജീവിതത്തിന്, എന്റെ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്, അയ്യോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് ആരാന്നറിയാമോ? നിങ്ങളെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുടെ കാര്യത്തിൽ സങ്കടപ്പെടുമ്പം അതിന്റെ ഒക്കെ അധിപനായ ഒരു ദൈവമാ. സകലത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഉന്മേഷത്തോടെ, എല്ലാ ഉന്മേഷത്തോടും, നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും നീ ദൈവസന്നിധി വന്നിരിക്കുമ്പോ കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കും. ആ ഹൃദയ സന്തോഷം ഉണ്ടാകണം. ആ ദൈവസന്നിധി വരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞ നല്ല ഒച്ചത്തിൽ പാടിക്കോ, നല്ല ആരോഗ്യത്തോടെ. എന്താ നമ്മള് പലപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നറിയാം, എന്റെ പ്രവൃത്തി ഉദാസീനത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ട. ആ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ ഇരിക്കുവാന്നോ, നിങ്ങൾ ദൈവസന്നിധി ഇരുന്ന ആത്മാർത്ഥമായിട്ടിരിക്കുക. അതിനകത്തൊരു കള്ളം വെക്കരുത്. അത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയും ഇരിക്കണ്ട. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ അറിയുമ്പോൾ, എന്റെ ദൈവം, അപ്പൊ കർത്താവ് നോക്കുന്ന ഇങ്ങനെ, എന്റെ ദൈവത്തിന്റെ, എന്റെ മകൾ അവിടെ ഇരിക്കുക, ഹൃദയഭാരത്തോടെ ഇരിക്കുക, അവൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നവനാ, ഹൃദയം നുറുങ്ങുന്നവൻ, എന്താണ്, ഏറ്റവും സമീപസ്ഥനായ ഒരു ദൈവമാ. ഹൃദയഭാരത്തോടാണോ ഇരിക്കുന്നേ? മനസ്സ് തകർന്നാണോ ഇരിക്കുന്നേ? കൈവിടത്തില്ല. എന്റെ അനുഭവം, എന്റെ കയ്യിൽ ഒരു സാക്ഷ്യമുണ്ട് കേട്ടോ. കുഞ്ഞുനാള് മുതൽ ഈ നിമിഷം വരെയുള്ള സാക്ഷ്യങ്ങൾ, എന്റെ കർത്താവ് എനിക്ക് ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു കലവറ എന്റെ കയ്യിലുണ്ട്.
ഞാൻ പറയട്ടെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി പറയുന്നു, കർത്താവിനെ സേവിക്കുന്നെങ്കിൽ ഹൃദയപൂർവ്വം, ഹൃദയത്തിന്റെ സകല ഉന്മേഷത്തോടു കൂടെ, നല്ല ഹൃദയ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുക. എപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നാലും അവനോട് പറയണം, അപ്പാ നിനക്ക് തരേണ്ട ബഹുമാനം ഞാൻ തന്നിട്ടില്ല, പലപ്പോഴും എനിക്കത് കഴിഞ്ഞിട്ടില്ല. കർത്താവ് നീ ഉന്നതനായിട്ടും അങ്ങേക്ക്, നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടങ്ങാനും ഒരു വഴി കുടങ്ങാനും ഒരു നമ്മുടെ പ്രധാനമന്ത്രി മോദി പോവുക, എന്തോ ഒരു ബഹുമാനമേ എല്ലാരും, അല്ലേ? അത്രയും ഒരു ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്ക് അത്രയും ബഹുമാനമുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ മുഴുവൻ അധിപനായ വെറും വാക്കുകൊണ്ട് ഇതിനെ മുഴുവൻ നിർമ്മിച്ച സ്വർഗീയ തമ്പുരാന്റെ മക്കളാണ് നമ്മള്. ആ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ നമ്മൾ എത്ര ഭക്തിയോടെ ഇരിക്കണം, എത്ര ഭയത്തോടിരിക്കണം. നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാ? നമ്മൾ ഭയപ്പെടേണ്ടത് ദൈവത്തെയാ. അങ്ങോട്ട് വചനം പറയുന്നുണ്ട്, ഇത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 4-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാത്തവരെ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും സങ്കടപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരമായി വരുത്തുന്ന നിങ്ങളുടെ ബോസ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടേ? അവർക്കൊക്കെ ഒരു ലിമിറ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെ ലിമിറ്റിനപ്പുറമായി നമ്മുടെ ശരീരത്തെ എവിടെ കളയാനാ പറയുന്നത്? അത് നോക്കിയേ, കർത്താവ് നമ്മൾ കർത്താവിന്റെ വചനം അനുസരിക്കാതെ, നമ്മൾ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാതിരുന്നിട്ട് നമ്മൾ മരിച്ചു പോയാല് നമ്മളെ എങ്ങോട്ടാ എടുത്തെറിയുന്നത്? നരകത്തിലേക്കല്ലേ? അയ്യോ, അത് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കർത്താവെ, നമ്മൾ പറയണം, കർത്താവെ എനിക്ക് ആ അവസ്ഥയെ വേണ്ട. എനിക്ക് അപ്പം പറയുന്ന പോലെ ജീവിച്ച് എനിക്ക് നിത്യജീവൻ വേണം. അപ്പനോട് കൂടെ ഇരുന്ന് നിത്യകാലം യുഗായുഗം ഞാൻ കർത്താവിനെ സേവിച്ച് അവന്റെ മഹത്വമായ ആ മുഖത്തെ ദർശിച്ച് ആരാധിച്ചിരിക്കുന്നത് എനിക്കിഷ്ടം. അങ്ങയുടെ സാന്നിധ്യത്തെക്കാൾ ഇമ്പോർട്ടന്റ് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നിങ്ങൾ കാംക്ഷിക്കാൻ തുടങ്ങി, കർത്താവെ അപ്പന്റെ സാന്നിധ്യം എന്നെ വിട്ട് പിരിയല്ലേ. നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ എന്ത് ചെയ്യുന്നവനാ? തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് പറയുക, നമ്മള് എന്നെ പറയണം, നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കുക, ഹൃദയപൂർവ്വം സേവിക്കുക. അപ്പൻ ആഗ്രഹിക്കുന്ന എന്താ? നമ്മുടെ സ്തുതി, നമ്മുടെ സ്തോത്രങ്ങൾ, നമ്മുടെ ശരീരം അവന്. കാരണം ഞാൻ എപ്പോഴും പണ്ടിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അനേകർ ഈ ലോകത്തിൽ പാപത്തിന് അടിമകളായത് എങ്ങനെ? അവരുടെ ശരീരം പാപത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുക. ഈ പാപത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പം അവർക്കൊരു തിരിച്ചൊരു ചിന്തയില്ല. അവരെന്ത് ചെയ്യും? എന്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും വേടാ നീ അവർക്ക് 2 കൊടുക്കണേ, ചിന്തിക്കത്തില്ല. ഒറ്റയടിക്ക് എണ്ണിക്കുക, പോകുക. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടോ, ഞാൻ എന്റെ കോളേജ് ഫ്രണ്ട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും ചിന്തിക്കാതെ എണ്ണീറ്റ് പോകുക. ആര് പറയുന്ന അവർക്ക് തിരിച്ച് ഒരു പകതിരിവില്ല. ഒന്ന് ഇരുത്തി ചിന്തിക്കാനുള്ള കഴിവില്ല. അത് മനുഷ്യനാണ്. ജഡശരീരം എന്ത് ചെയ്യും? എപ്പോഴും പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കും. നമ്മുടെ ആത്മശരീരം എന്തിനു വേണ്ടി ആഗ്രഹിക്കേണ്ടതെന്നറിയോ? കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? കർത്താവിന്റെ സാന്നിധ്യം. എന്തുകൊണ്ട് ആത്മശരീരം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നത്? നമ്മുടെ അകത്ത മനുഷ്യൻ വളരണം. എപ്രകാരം വളരണം? ക്രിസ്തുവിന്റെ തലയോളം വളരണം. ആ തലയോളം വളർന്നെങ്കിൽ മാത്രമേ അനേകർക്ക് പ്രയോജനമാകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ തലയോളം വളരണം? ആത്മാവിന്റെ ഫലങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും എന്ത് ചെയ്യണം? നമ്മുടെ നടപ്പിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കാൻ, ന്യായ തൽപരനായിരിക്കാൻ, അപ്പന്റെ ഇഷ്ടം ചെയ്യാൻ. ഇതിനൊക്കെ കർത്താവെ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഒട്ടും യോഗ്യതയുള്ളവളല്ല കർത്താവെ. നമ്മൾ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണേ. കാരണം എന്നും നമ്മൾ അനുഗ്രഹത്തിന്റെ വാക്കുകളല്ലേ കേൾക്കുന്നേ. ഇന്നത്തെ എല്ലാ മെസ്സേജുകളും ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് ഇത് തരാം, അത് തരാം. പക്ഷെ അനുഗ്രഹത്തിന് ഒരു താക്കോലേ ഉള്ളൂ. എന്താ? അനുസരണമാണ് അനുഗ്രഹത്തിന്റെ താക്കോൽ. നിങ്ങൾ കാത്തിരുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിൽ, നിങ്ങളുടെ മുമ്പില് കർത്താവിന്റെ വലിയ വഴികൾ തുറന്നു തന്നെ വരും. എന്റെ ജീവിതത്തിൽ ആ ചെറിയ കാര്യം തൊട്ട് കുഞ്ഞു കാര്യം, ഞാനൊരു അമ്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളോട് റിലേറ്റ് ചെയ്ത് പറയാം. എന്നെ ഒന്ന് കേൾക്കാൻ ഒരു അമ്മ ഉണ്ടാവണേ ഞാൻ ആഗ്രഹിച്ചു. എന്റെ അമ്മ മരിച്ചു പോയ ഇനി എനിക്ക് അമ്മ എങ്ങനെ കിട്ടുന്നേ? എന്നാൽ എന്റെ കർത്താവ് എനിക്കൊരു അമ്മയെ പോലെ എന്നെ സ്നേഹിക്കാൻ ഒരു അമ്മയെ ഒരുക്കിയില്ലേ? എനിക്ക് ആത്മീയമായി ഉത്തേജിപ്പിക്കാൻ ഒരു അമ്മയെ വേണോ? ഞാൻ ചുമ്മാ ഒരു ആഗ്രഹം പറഞ്ഞതാ. അതുപോലെ എനിക്ക് ഇതിന്റെ ചെയ്തില്ലേ? കർത്താവ് ഒരാളെ വിളിച്ചാൽ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അപ്രകാരം ചെയ്തു തരുന്നവനെ. ഞാൻ പറയട്ടെ, ഞാൻ ജോലിയൊക്കെ, ഡൽഹിയിലെ ചൂട് നിങ്ങൾക്കറിയാം. കഠിനമായ ചൂടിന്റെ സമയത്ത്
ഞാൻ ഭയങ്കര ചൂടെടുത്തിട്ട് മെട്രോയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകും. അപ്പൊ ഞാൻ പറയും, കർത്താവേ, ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ വെയിലത്ത് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഒരു മേഘത്തെ മുന്നിൽ വെക്കുക. കാരണം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് കൽപ്പിച്ചു? മേഘത്തെ നമ്മുടെ തലയിൽ മുകളിൽ എന്ത് വെച്ചു? അവർ പകൽ എന്താ പറയുന്നത്, മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നിർത്തി. എനിക്ക് മേടിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ച ഏത് സമയത്തും എനിക്ക് ചൂട് കുറച്ച് തരണമെന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് വേണ്ടി ചൂട് കുറച്ച് തന്നിട്ടുണ്ട്. മഴ പെയ്യണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്തിട്ടുണ്ട്. ഇനിയും പറയട്ടെ, ഈ 2 ദിവസത്തിന് മുമ്പും എന്റെ സിസ്റ്ററിലും കുഞ്ഞുങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ്, തുണി ഒത്തിരിയായി, എന്റെ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ കൂടിപ്പോയി. ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ മഴ പെയ്യില്ല, തുണികളെ എനിക്ക് ഉണക്കി വേണം. ഞാൻ സൂര്യനോട് പറഞ്ഞു, സൂര്യ, ഇന്ന് നീ പെയ്യല്ല, ഉച്ച കഴിഞ്ഞിട്ട് പെയ്യാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്യണം, അത്ര നേരം നീ ഹോൾഡ് ചെയ്ത് നിൽക്കണം എന്ന്. എന്റെ കർത്താവ് എന്റെ കാര്യങ്ങള്, എന്റെ അപ്പൻ ഈ പ്രകൃതിയെ പോലും അനുസരിപ്പിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നേ, നമുക്കും അധികാരം ഉണ്ടെന്നേ. നിങ്ങൾ ആ അധികാരത്തെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കുഞ്ഞു കാര്യം, ഞാൻ അതിനാ പറഞ്ഞ, ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ, പനി തൊട്ട് ക്യാൻസർ വരെ, എന്തും കർത്താവിന് വേണ്ടി എന്ത് വന്നറിയോ? സിമ്പിളാ. നമ്മളാണ് നമ്മളാണ് നമ്മുടെ സാധ്യതകളെ ലിമിറ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാ, നീ നിന്നെ തന്നെ ലിമിറ്റ് ചെയ്യരുത്. ഞാനത് അനുസരിച്ചു. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ അങ്ങ് പറഞ്ഞു, അപ്പാ, എനിക്കില്ല, എന്റെ കഴിവില്ല, ഇന്ന് ഞാൻ ഇനി പറയത്തില്ല. ഞാൻ അപ്പന്റെ മോളായോണ്ട് അപ്പൻ എനിക്ക് എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറഞ്ഞു. പറയാണ്, എന്റെ സമയം ഏകദേശം തീർന്നു എന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ വചനത്തെ എന്നും ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയുന്ന അതേ ലെവലില് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കാം. നമ്മൾ, കർത്താവെ, ഇന്ന് കേൾപ്പിച്ച വചനം മുഴുവനായി കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നു. വചനം എന്ത് പറയുന്നു, അപ്പൻ എന്ത് പറയുന്നു, അതെനിക്ക് അനുസരിക്കണം. അങ്ങയെ സേവിക്കുമ്പോ അതിനകത്ത് ഞാൻ പൂർണ്ണ ശക്തി, നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും എന്നോട് പറയും, നീ ഇത്ര ഉച്ചത്തിൽ എന്തിനാ ഹല്ലേലൂയ പറയുന്നേ? ഇത്ര എനിക്കറിയാം, പിന്നെ 10 പേരുടെ മുമ്പിൽ ഞാൻ പോയി അവിടെ നിൽക്കുമ്പം ചിലപ്പോൾ ഞാനൊന്ന് കൈ വെക്കും. പിന്നെ ഞാൻ നോക്കും, അയ്യോ, ഇവിടെ ആരും ഒരു മനുഷ്യനാണ്, കല്ല് പോലെ നിൽക്കുന്നവരാ. ഇതിനിടയ്ക്ക് ഞാനൊന്ന് കൈ വെക്കുമ്പോൾ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്ന എനിക്കറിയാം. എന്നാൽ എന്റെ ഉള്ളില്, അയ്യോ, എന്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരത്തെ ഓർക്കുമ്പോ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്നലെ ഞങ്ങൾ എൻഗേജ്മെന്റിന് പോയി. അവിടെ ഒരു ആരാധന നടക്കുന്ന സമയത്ത് എല്ലാവരും അനങ്ങാതിരിക്കും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയ്ക്കകത്ത് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. ഞാൻ ഉറക്കെ അങ്ങ് പാടി, ഉറക്കെ ഞാൻ എന്റെ കൈയൊക്കെ പൊക്കി ഞാൻ അങ്ങ് ഹല്ലേലൂയായും പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ അങ്ങനെ അടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പണ്ട് ഞാനും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നേ. ഞാനും നാട്ടുകാരെന്നെ നോക്കൂന്ന്, വീട്ടുകാരെന്നെ നോക്കൂന്ന് വെച്ച് ഞാനും, അയ്യോ, പെങ്കൊച്ചല്ലേ, അടങ്ങിയിരിക്കണം എന്നൊക്കെ ഞാനും എന്നെ തന്നെ ലിമിറ്റ് ചെയ്തൊരു സമയമുണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്, നീ നിന്നെ ലിമിറ്റ് ചെയ്യല്. നീ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. നമ്മൾ ദൈവത്തെ എങ്ങനെ സേവിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ കർത്താവായ ദൈവത്തെ എന്ത് ചെയ്യണം? സേവിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഒരു ചിന്തയോടെ നമുക്ക് ജീവിക്കാം. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്ന, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകളെ പറഞ്ഞു തന്ന, ഞങ്ങളെ ഗൈഡ് ചെയ്ത കർത്താവിന്റെ വലിയ സ്നേഹത്തിനായ സ്തോത്രം. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. അപ്പൊ ഞങ്ങൾക്ക് ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും അങ്ങയുടെ സന്നിധിയിൽ വന്നിരുന്ന് അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടടുത്ത് നീ കറക്റ്റ് ചെയ്യണമേ, പണിയേണ്ടടുത്ത് നീ പണിയണമേ, അപ്പ ഉപയോഗിക്കേണ്ടടുത്ത് നീ ഉപയോഗിക്കണമേ. അങ്ങേക്ക് ഹിതമായവ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഈ സൂമിലുള്ള 52 ഡിവൈസിലുള്ള എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ നന്നായി അറിയുന്നല്ലോ, മനോഭാരങ്ങളെ അറിയുന്നല്ലോ, അവരുടെ ശാരീരിക വേദനകളെ, മാനസിക വേദനകളെ നീ അറിയുന്നല്ലോ. നിനക്ക് സകലതും നന്നായി ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പാ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണമേ. അവരുടെ വേദനകളെ നീ മാറ്റി കൊടുക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയമായി ഏതു നേരത്തും കർത്താവേ ഹല്ലേലൂയ കൂടെ ഇരിക്കണമേ. അവർക്ക് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ദൈവമേ, ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ആ ദൈവദാസനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിന്റെ അതിരുകൾ വിശാലമായി കർത്താവിന് വേണ്ടിയിട്ട് അധികമായി ഉപയോഗപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കെട്ടുത്തരം മാറണമേ. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവദാസനെ, എനിക്ക് തന്നിരിക്കുന്ന